بسم الله الرحمن الرحيم. യസ്വയസ് അവതരിപ്പിക്കുന്ന വിശുദ്ധ റംളാൻ, വിശുദ്ധ ഖുർആൻ, റംളാൻ ക്യാമ്പയിൻ. ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله، خذ بأيدينا قلت حيلتنا أدركنا يا شفيع المذنبين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. أولئك الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم في أصحاب الجنة وعد الصدق الذي كانوا يوعدون.
والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين أولئك الذين حق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. دخلت الجنة فسمعت فيها قراءة فقلت من هذا؟ قالوا حارثة بن النعمان. كذلكم البر وكان أبر الناس بأمه. صدق شفيعنا محمد رسول الله صلى الله عليه وسلم. ومن هو الآية الكبرى لمعتبرين، ومن هو النعمة العظمى لمغتنمين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. تعلمون سيدنا ومولانا محمد സർവാദരണീയരായ ഉസ്താദുമാരും പ്രാസ്ഥാനിക നേതാക്കളെ, സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ശ്രോതാക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഔദ്യോഗികമായും ഇസ്വൈസ് നടത്തിവരുന്ന റമദാൻ പ്രഭാഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നാം ഉള്ളത്. സ്വാഭാവികമായും അവസാനത്തെ 10 വന്നു കിടക്കുന്നതോടുകൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇബാദത്തുകൾക്കും എഴുത്തിക്കാഫിനുമെല്ലാമായി ഒഴിഞ്ഞു നിൽക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മളിൽ പലരും അവസാനത്തെ 10 വന്ന് കടക്കുമ്പോഴേക്ക് പെരുന്നാൾ കഴിക്കാനുള്ള തത്രപ്പാടിലും ഒരുക്കങ്ങളിലുമൊക്കെയാണ്. ഏതായാലും ഈ സമയത്ത് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഇത്രയും ആളുകൾ ഇതിൽ പങ്കെടുത്തു എന്നത് നമുക്ക് സന്തോഷത്തിന് വക നൽകുന്നുണ്ട്. നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി ഈ സദസ്സിനെ നാം വിലയിരുത്തണം.
ആമുഖ ഭാഷണം സമയം വൈകിയതുകൊണ്ട് ശരിയല്ല എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കുകയാണ്. 4 ദിവസങ്ങളിൽ സംസാരിക്കുന്നത് 4 വിഷയങ്ങളെക്കുറിച്ചാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം 40 കഴിഞ്ഞവന്റെ പ്രാർത്ഥന. ഇതാണ് ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം. ഇത് പറയുമ്പോൾ 40 വയസ്സാകാത്ത ആളുകൾ ഞങ്ങൾ എഴുന്നേറ്റ് പോയിക്കൊള്ളാം എന്ന് പറയണ്ട. കാരണം നിങ്ങൾക്കും ബാധകമാണ്. പിന്നെ എന്തുകൊണ്ട് ഖുർആൻ ഒരു 40 തന്നെ കണക്കാക്കി പറഞ്ഞു? അത് ഇൻഷാ അല്ലാഹ് എന്റെ പ്രഭാഷണത്തിൽ കടന്നു വരും, ഞാനത് പറയും. 40 കഴിഞ്ഞ ഒരാള് കൂടുതൽ ജാഗരൂകനായിരിക്കണം. അവൻ അന്തം വിട്ട് നടന്നാൻ പറ്റില്ല. അവനൊരു പ്രത്യേക പ്രാർത്ഥന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം എന്തൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില ഉപദേശങ്ങൾ സ്വന്തത്തോടും നിങ്ങളോടും നൽകിക്കൊണ്ട് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. സൂറത്തുൽ അഹ്ഖാഫ്, ആ സൂറത്തുൽ അഹ്ഖാഫിലെ 15, 16, 17, 18 ആയത്തുകളാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. അതിൽ 40 കഴിഞ്ഞവന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ഭാഗം യഥാർത്ഥത്തിൽ 15ാമത്തെ ആയത്തിലാണ് ഉള്ളത്. തുടർന്നുള്ള വാക്കുകളും കൂടെ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതാണ്. നമുക്കതിൽ വലിയ ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളും കൂടെ ഉണർത്താം. എന്താണ് ഈ 40 കഴിഞ്ഞവരൊരു പ്രത്യേകത? 40 കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തങ്ങളുടെ വലിയ ഒരു ചുമടും വഹിച്ചു നിൽക്കുന്നവനാണ് 40 കഴിഞ്ഞവൻ. നല്ല ചോരത്തളപ്പുള്ള സമയം. അവന്റെ സ്വന്തം കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അള്ളാഹു അവന് ചെയ്തു കൊടുത്ത എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് ഒരു ചെറിയ ശുക്ർ പോലും പ്രകടിപ്പിക്കാത്ത മനുഷ്യന് മനസാക്ഷിക്കുത്തു തോന്നും. നമുക്കൊക്കെ ഉള്ള സംഭവങ്ങളാണിത്. ഒരു ഭാഗത്ത് സ്വന്തത്തെക്കുറിച്ചുള്ള വ്യാകുലത. നേരെ മുമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ കിടപ്പിലായി കിടക്കുന്ന അല്ലെങ്കിൽ പ്രായാധിക്യത്തിലേക്ക് കടന്നു വരുന്ന വാപ്പയും ഉമ്മയും ഒരു ഭാഗം. 40 കഴിയുമ്പോൾ വാപ്പാക്ക് ഒരു 60, 70, 75, 80 ഒക്കെ ആയിട്ടുണ്ടാവാം. പല രൂപത്തിലും ഉണ്ടാവും. ഉമ്മക്കും 60, 65, 70 ഒക്കെ പ്രായമായവരുണ്ടാവും. അപ്പൊ അവർക്ക് ഏകദേശം പ്രായമായി അവർ തന്റെ മുമ്പിൽ കിടക്കുന്നു. പലരും ആ പ്രായമാകുമ്പോഴേക്ക് കിടപ്പിലായിട്ടുണ്ടാകും. സ്വന്തത്തെ നോക്കുമ്പോഴും ബേജാറാണ്. മുമ്പിൽ കാണുന്ന മാതാപിതാക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴും ബേജാറാണ്. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ നേരത്തെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലം വളരെ മോശമാണല്ലോ. കാലം മോശമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാലക്കാർ ദുഷിച്ചു. റോട്ടിലാവട്ടെ പുറത്ത് എവിടെയാവട്ടെ നമ്മൾ കാണുന്നത് നമ്മുടെ കൂട്ടുകാരുടെ മക്കള് നമ്മുടെ കൂട്ടുകാരെ വാപ്പനെയോ ഉമ്മനെയോ ഒക്കെ പറയിപ്പിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. നമുക്ക് പിന്നോട്ട് നോക്കുമ്പോൾ 40 ആകുമ്പോൾ നമുക്കും ഉണ്ടാകും 15 വയസ്സുള്ള മക്കൾ ഇങ്ങനെ ചാടിക്കളിച്ച് നടക്കുന്നു. അതുപോലെ തന്നെ 20 വയസ്സുള്ള മോനുണ്ടാകും, മോൻ പുറത്തേക്കിറങ്ങി പോയിട്ടുണ്ടാകും. ഇങ്ങനെ തുടങ്ങിയിട്ട് തന്റെ ബാക്കോട്ട് നോക്കുമ്പോൾ വളർന്നു വരുന്ന കൗമാരപ്രായത്തിലിരിക്കുന്ന മക്കളും മുന്നോട്ട് നോക്കുമ്പോൾ പ്രായാധിക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന മാതാപിതാക്കളും രക്തത്തളപ്പുള്ള സ്വന്തം ശരീരവും 3 വിഷയം ഇവന്റെ മുമ്പിൽ വന്നു നിൽക്കും. ഇതിനൊരു മിതമായ പ്രായം പറഞ്ഞു എന്ന് മാത്രം 40 വയസ്സ്. ചിലർക്ക് 40ന് മുമ്പ് തന്നെ ഉണ്ടാവും. കാരണം നമ്മളിൽ പലർക്കും 40 വയസ്സായിട്ടുണ്ടാകൂല. പക്ഷെ ഈ പറഞ്ഞ 3 സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ 3 സാഹചര്യങ്ങളുണ്ടോ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിച്ചിരിക്കേണ്ട, അവന് ഉണ്ടായിരിക്കേണ്ട വ്യക്തമായ ഒരു ബോധത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫ് നമ്മോട് സംസാരിക്കുന്നത്.
എന്താണ് സൂറത്തുൽ അഹ്ഖാഫിലെ ഈ വചനം നമ്മോട് പറയുന്നത്? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു ഉമ്മുഹു കുർഹാ വവദഅതുഹു കുർഹാ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന. മനുഷ്യനോട് അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ അവരുമായി നല്ല ബന്ധം പുലർത്തണമെന്ന് എന്റെ വസിയത്താണ്, നമ്മുടെ വസിയത്താണ് എന്ന് പടച്ചോൻ തറപ്പിച്ചുറപ്പിച്ചെന്ന് പറയാം. നല്ല ബന്ധം പുലർത്തണം മാതാപിതാക്കളോട്. ഈ വിഷയത്തിന് വലിയ പ്രസക്തിയുണ്ട്. വൃദ്ധസദനങ്ങൾ പെറ്റുപെരുകുന്ന കാലഘട്ടത്തിൽ കറവ പറ്റിയ പശുക്കളെ അവസാനം അറുക്കാൻ വേണ്ടി കശാപ്പുകാരന് വിട്ടുകൊടുക്കുന്നത് പോലെ എല്ലാ ഉപകാരങ്ങളും വറ്റിപ്പോയ മാതാപിതാക്കളെ എനിക്ക് വേണ്ടാതെ വെച്ചു അവസാനമായി വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന മക്കളും. ഈ മക്കൾ ആലോചിക്കണം, ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന വിഷയത്തിന് വലിയ പ്രസക്തിയുണ്ട്. മാതാപിതാക്കളുടെ കാര്യത്തിൽ അവരുമായി നല്ല ബന്ധം പുലർത്തണമെന്ന് നമ്മുടെ വസിയ്യത്താണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു മാതാവ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളിലേക്ക് കടന്നു വരുന്നു. പ്രഭാഷണത്തിൽ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ഭാഗം ഞാൻ കടന്നു വരുന്നുണ്ട്. ഹമലതുഹു ഉമ്മുഹു കുർഹാ വവദഅതുഹു കുർഹാ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ. ഉമ്മ അവനെ ഗർഭം ചുമന്നത് ക്ലേശം സഹിച്ചാൽ പ്രസവിച്ചതോ അതിലേറെ ക്ലേശം താങ്ങിക്കൊണ്ടാണ്. കഴിഞ്ഞില്ല, അവനെ ഗർഭം ചുമന്നതും പ്രസവിച്ചതിന്റെ ശേഷമുള്ള ശുശ്രൂഷകൾ, മുലയൂട്ടൽ, ഈ പരിപാടിയിൽ നിന്നൊക്കെ ആ ഉമ്മ വിശ്രമിക്കുന്നതും ഫിസാലുഹു ആ കുട്ടിയും തള്ളയും ഒന്ന് വേറെയാകാൻ, ഒന്ന് പിരിച്ചു വെക്കാൻ പറ്റുന്ന പ്രായത്തിൽ അങ്ങ് എത്തുമ്പോഴേക്ക് 30 ശഹ്റാ 30 മാസം പിന്നിടും. ഏറ്റവും ചുരുങ്ങിയ കണക്കാണ് 30 മാസം എന്ന് പറഞ്ഞത്. ഇത് ഈ വിഷയം ഇൻഷാ അല്ലാഹ് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വെച്ച് പറയാം. 30 മാസം കൊണ്ട് ഇതുണ്ടാകുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചേക്കാം. 30 പോരല്ലോ, അതിലേറെ വേണ്ടേ, ഒരു 34 മാസമെങ്കിലും വേണ്ടേ എന്നൊക്കെ ആലോചിച്ചേക്കാം. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ആ മനുഷ്യരിങ്ങനെ വളർന്നു വന്ന് ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അവൻ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ, യുവത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ, വബലഗ 40 സന, പക്വമായ പ്രായം 40 വയസ്സ് അവൻ എത്തിച്ചു കഴിഞ്ഞാൽ, 40ാമത്തെ വയസ്സിലെത്തിയാൽ അവൻ മനസ്സുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഖുർആൻ പറയുന്നു, ഇതാണ് 40 കഴിഞ്ഞവന്റെ പ്രാർത്ഥന. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാഹ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇതാണ് 40 കഴിഞ്ഞ ഒരാൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥന. ഇന്ന് തന്നെ പഠിച്ചു വെക്കണം. സൂറത്തുൽ അഹ്ഖാഫിലെ 15ാമത്തെ ആയത്ത് എടുത്തിട്ട് കാണാതെ പഠിക്കണം. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നോ, എപ്പോഴൊക്കെ ദുആ ചെയ്യുന്നോ, ആ ദുആയിലൊക്കെ ഇതിന് പങ്കാളിത്തം വേണം. ഈ ദുആയിൽ റബ്ബി ഔസിഅനി, എന്റെ രക്ഷിതാവേ, എന്റെ നാഥ, ഔസിഅനി, എനിക്ക് സന്മനസ് തരണേ. ഔസിഅനി അൽഹിംനി, എനിക്ക് തോന്നിപ്പിച്ചു തരണേ പടച്ചോനെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ല മനസ്സ് തരണേ പടച്ചോനെ. അന്നസ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, ഈ 40ാമത്തെ വയസ്സിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്ന പ്രായമാണ്. സാമ്പത്തികമായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സെറ്റപ്പിലെത്തി. 40 വയസ്സായപ്പോഴേക്ക് പല സ്ഥലങ്ങളിലും ബിൽഡിങ്ങുകളുണ്ട്, ഒരുപാട് ഏക്കർ റബ്ബറുകളുണ്ട്, തെങ്ങുംതോപ്പുകളുണ്ട്, കഴുങ്ങുംതോപ്പുകളുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതുമുണ്ട്. വരുമാനങ്ങളുടെ മാർഗങ്ങൾ വളരെ കൂടുതലാണ്. ഈ 40 വയസ്സ് പ്രായമായപ്പോൾ പലരും 40ാമത്തെ വയസ്സിൽ തന്നെ ഭാഗ്യദോഷം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഭാഗ്യവുമാകാം ഭാഗ്യദോഷവുമാവാം.
പലരും തളർവാദം പിടിപെട്ട് കിടക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബേന്റെ കൂട്ടത്തിലുള്ള പലരും 40 ആകുന്നതിന്റെ മുമ്പ് തന്നെ മരിച്ചുപോയി. ഈ സമയത്തും പറയത്തക്ക രോഗങ്ങളൊന്നുമില്ലാതെ, എന്റെ ഏർപ്പാടുകളൊന്നും മുട്ടിപ്പോകാതെ ഇന്നും സുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യം നീ എനിക്ക് പ്രദാനം ചെയ്തു. ഇങ്ങനെ നീ എനിക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്. എനിക്കു നീ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നാഥനായ നിന്നോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു നല്ല മനസ്സ് നീ എനിക്ക് തരണേ അല്ലാഹ്. മുഅ്മിനായ മനുഷ്യന്റെ ഉള്ളുരുകി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സറിഞ്ഞ് അവൻ ദുആ ചെയ്യേണ്ട വിഷയമല്ലേ ഇത്. പടച്ച റബ്ബിനോട് നന്ദികേട് കാണിച്ചു പോയാൽ നാളെ പടച്ച റബ്ബ് ഗൗരവമേറിയ നരകത്തിലിട്ടാണ് എന്നെയും നിങ്ങളെയും ശിക്ഷിക്കാൻ പോകുന്നത്. ഈ ലോകമല്ല ജീവിതം, നാളെ പരലോകമാണ് യഥാർത്ഥ ജീവിതമെന്ന് മനസ്സിലാക്കിയ മുസ്ലിമിന് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. പടച്ചവനെ നന്ദി കെട്ട മനുഷ്യരെയാണ് എല്ലാ ആളുകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും നന്ദി കെട്ട മനുഷ്യന്മാർ. ആ കൂട്ടത്തിൽ എന്നെ നീ ആ നന്ദി കെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത്. നേരത്തിന് നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, ഖുർആൻ ഓതുന്നു, നീ തന്ന സമ്പത്ത് നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു, നീ തന്നതെല്ലാം നിന്റെ ഇഷ്ടത്തിൽ ചെലവഴിക്കുന്ന ഒരാളാക്കി നിന്നോട് നന്ദിയുള്ള ഒരു കൊച്ചടിമയാക്കി എന്നെ മാറ്റിത്തരണം. അന്നസ്കുറ നിഅമതകല്ലതീ അൻഅംത അലൈഹി. എന്നാൽ ഈ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ഈ സമൃദ്ധിയുടെ നിറവില് ഞാനെല്ലാം മറന്നു. എവിടെന്നാ ഞാൻ വന്നതെന്ന് മറന്നു, ഞാൻ ആരായിരുന്നു എന്ന് മറന്നു, എന്നെ ആരായിരുന്നു പരിപാലിച്ചിരുന്നത് എന്ന് മറന്നുപോയി. ഞാനും എന്റെ ചുറ്റുവട്ടവും എന്ന ആ ഒരു സങ്കുചിതത്വത്തിലേക്ക് ഞാൻ ഒതുങ്ങാതെ, പടച്ചവനെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത വാലിദയ്യ, എന്റെ മാതാപിതാക്കളുടെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അവരെയും നീ വല്ലാതെ അനുഗ്രഹിച്ചിരിക്കുന്നു നാഥ. ഇവന്റെ സ്വന്തം കാര്യം പറഞ്ഞു നിർത്തുന്ന ഈ മനുഷ്യൻ ഏറ്റവും നന്ദികെട്ട മനുഷ്യനാണ്. നന്ദികെട്ട ജന്തു എന്ന് വേണം വിശേഷിപ്പിക്കാൻ. മാതാപിതാക്കളെ മറന്നു കളയാൻ പാടില്ല. അത് മനുഷ്യർക്ക് പറ്റിയ ശൈലിയല്ല, അത് മൃഗങ്ങളുടെ ശൈലിയാണ്. ഫിസാലിന്റെ പ്രായമായാൽ കൊത്തിയാട്ടിയാൽ പിന്നെ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതിരിക്കുക. മൃഗങ്ങള് കുത്തിയാട്ടി വിട്ടു, അതുപോലെ തന്നെ പക്ഷികൾ കൊത്തിയാട്ടി വിട്ടു, ഇതൊക്കെ സാധാരണ നമ്മൾ കാണുന്നതാണ്. അതോടുകൂടെ കൊത്തിത്തിരിച്ചാൽ അല്ലെങ്കിൽ മൃഗങ്ങൾ കുത്തിത്തിരിച്ചാൽ പിന്നീട് ആ മാതാപിതാക്കളും മക്കളും തമ്മിൽ ബന്ധമുണ്ടാകാറില്ല. ഈ സ്വഭാവം മനുഷ്യ മക്കൾക്ക് പറ്റില്ല. അവൻ അവന് വേണ്ടി ദുആ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അവൻ ദുആ ചെയ്യണം അവന്റെ മാതാപിതാക്കൾക്കും. വഅലാ വാലിദയ്യ വഅൻ അഅ്മല സാലിഹൻ തർവാ. നിന്റെ സംപ്രീതി നേടാൻ ആവശ്യമായ കർമ്മങ്ങൾ എനിക്ക് അനുഷ്ഠിക്കണം, അതിനും നീ എനിക്ക് സന്മനസ്സു തരണം. വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി. ഇതുമാത്രം പോരാ റബ്ബേ, പിന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട്. എന്റെ കൂട്ടുകാരൻ മറ്റൊരു ഹാജിയാര്, അദ്ദേഹം ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങാറില്ല, റോട്ടിലേക്ക് ഇറങ്ങാറില്ല. കാരണം അദ്ദേഹത്തിന്റെ മകൻ കൊള്ള സംഘത്തിൽ പിടിക്കപ്പെട്ടു, മോഷണ സംഘത്തിൽ പിടിക്കപ്പെട്ടു. അല്ലെങ്കിൽ മാന്യനായിരുന്ന, നാട്ടിൽ അല്പം മാന്യതയുണ്ടായിരുന്ന എന്റെ സുഹൃത്ത് മറ്റേ ഹാജി സാഹിബിന്റെ മകൾ ഒരന്യമതസ്ഥന്റെ കൂടെ ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ സ്വന്തം മതത്തിൽപ്പെട്ട ഏതെങ്കിലും റൗഡികളുടെ പിന്നാലെ ഇറങ്ങിപ്പോയി. നാണക്കേട് താങ്ങാനാവാതെ അതാ എന്റെ കൂട്ടുകാരൻ വീട്ടിലിരിക്കുന്നു, നാട്ടിലേക്ക് ഇറങ്ങാൻ വയ്യ, റോട്ടിലേക്ക് ഇറങ്ങാൻ വയ്യ. എനിക്കുണ്ട് കൗമാര പ്രായത്തിലുള്ള മക്കൾ തപ്പിക്കളിച്ചു നടക്കുന്നു. തുള്ളിച്ചാടി നടക്കുന്ന ഈ മക്കളെ കൊണ്ട് എനിക്ക് നീ ഒരു പേരുദോഷം വരുത്തരുത് റബ്ബേ. എന്റെ മക്കളിൽ നീ എനിക്ക് നന്മ വരുത്തണേ. എനിക്കു നീ നന്മ വരുത്തണേ. ഫീ എന്റെ മക്കളുടെ കാര്യത്തിൽ ഉള്ളുരുകി പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ്. എന്നിട്ട് അവസാനമായി ഇവൻ പറയുന്നു, 40 കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു ബോധമുണ്ടായത്.
ഇവൻ പറയുന്നു ഇന്നീ തുബ്തു ഇലൈക്, പടച്ചവനെ ഈ 40 വരെയുള്ള പ്രായത്തിൽ എന്റെ 15ന്റെ ശേഷമുള്ള പ്രായം 16, 17, 18 അങ്ങോട്ട് കടന്നാൽ വളരെ വഷളാണ്. 20, 25, 26, 27 ഒന്നും അങ്ങോട്ടൊന്നും ആലോചിക്കണ്ട. അന്നത്തെ റമദാനുകളെ കുറിച്ച് ആലോചിക്കാൻ വയ്യ, അന്നത്തെ തറാവീഹുകളെ കുറിച്ച് ആലോചിക്കാൻ വയ്യ. ഈ സദസ്സിലിരിക്കുന്ന എത്ര മനുഷ്യന്മാർക്ക് ഇത്തരം കുറ്റബോധം ഉണ്ടാകും? ഒന്ന് തിരിഞ്ഞു നോക്കി 20ാമത്തെ വയസ്സിലേക്ക് കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങൾ, 25ൽ കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങൾ, അന്ന് എത്ര തറാവീഹ് നിസ്കരിച്ചു ആലോചിച്ചു. അന്ന് നമ്മുടെ നാക്കും നമ്മുടെ കയ്യും കാലും കണ്ണും കാതും ലിംഗവും ഒക്കെ എത്രമാത്രം പരിധി വിട്ടു. ഒക്കെ സ്വന്തമായി സ്വന്തത്തോടൊരു വിചാരണ നടത്തുക. അപ്പം വരുന്ന ഒരു സങ്കടാണിത്. പഠിച്ചവനെ 40 വന്നു, പക്വതയെത്തി, മരിക്കാൻ സമയമായി. ഒരു ദിവസം ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് ഖബർ എന്ന വിഷയം. അവസാന ദിവസത്തിന്റെ തൊട്ടു മുമ്പിൽ ഖബർ എന്ന വിഷയം ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും. പരലോകത്തെ പ്രഥമ വീട്. ആ ചർച്ച കേട്ടിട്ട് പിന്നീട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കും തെറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടാകില്ല. ഉറപ്പാണ് ആ കാര്യം. ഹദീസുകൾ മാത്രം എടുത്തുവെച്ചു സ്വഹീഹായ ഹദീസുകളിൽ റസൂലുള്ളാഹി പഠിപ്പിച്ച ഖബറിന്റെ ഭീകരത എന്തൊക്കെയാണ്, ഖബർ ജീവിതത്തിന്റെ അവസ്ഥ ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിക്കും പരിചയപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഖബറിലേക്ക് പോകാനായി അപ്പോഴാ നിനക്ക് തോന്നുന്നത് ഞാൻ കാട്ടിക്കൂട്ടിയ പേക്കൂട്ടുകൾ. പഠിച്ചവനെ, ഈ പേക്കൂട്ടുകൾ നീ എന്നോട് പൊറുക്കണം. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഒറ്റത്തളത്തിൽ ഞാൻ എന്തൊക്കെയോ അരുതായ്മകൾ ചെയ്തുപോയി. ഇതാ ഇപ്പൊ പക്വമായൊരു പ്രായത്തിലെത്തിയപ്പം ബോധോദയത്തോടുകൂടെ നിന്റെ കാൽ പഠിക്കൽ ഞാനിതാ വന്നു കിടക്കുന്നു റബ്ബേ. നിന്റെ പിടിവാതിലിക്കൽ വന്ന് ഈ അടിമ ഇതാ പശ്ചാത്തപിച്ച് മടങ്ങുന്നു. തട്ടരുത്. റമദാനിന്റെ അവസാനത്തെ 10 വാക്ക് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ടാകും. റഹ്മാനായ റബ്ബേ, ഇരിക്കുന്ന ഞങ്ങളൊക്കെ ഇതിന്റെ ഇരകളാണ് റബ്ബേ. റമദാനിന്റെ അവസാനത്തെ 10ന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് കൊണ്ടുപോയ അപാകതകൾ നീ പൊരുത്തപ്പെടണേ റഹ്മാനെ. നിനക്ക് പൊറുക്കാൻ കഴിയാത്തതില്ല. നീ ഗാഫിറാണ്, ഗഫൂറാണ്, ഗഫാറാണ്. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഉയരാണ് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത്. ഇവിടെ വിശദീകരിക്കുന്നില്ല. കണ്ണൂരിൽ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് മഗ്ഫിറത്തിന്റെ 10. അതിൽ അല്ലാഹു എങ്ങനെയാണ് പാപം പൊറുക്കുന്നത് എന്ന ചിത്രം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് പടച്ചവനോട് നമുക്ക് പറയാം, റബ്ബേ, ദയാലുവായ റബ്ബേ, ഞങ്ങൾക്ക് ഈ മഹാപാപികൾക്ക് നീ പുറത്തു തന്നെങ്കിൽ ആരാണ്? ഇവർക്കിത് പുറത്തു കൊടുക്കാൻ നീ ആരാണെന്ന് നിന്നോട് ഒരു കുട്ടിയും ചോദിക്കില്ല. അല്ലാഹുവേ, ഞങ്ങളോട് നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളോട് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഒരു അവസ്ഥയിൽ നിന്നാണ്, ഈ ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഇങ്ങനെ 3 ഭാഗങ്ങൾ ഉൾക്കൊണ്ട ഒരു പ്രാർത്ഥന 40 കഴിഞ്ഞവന്റെ നാക്കിൽ നിന്ന് പുറത്തു വരുന്നത്. നാക്കിൽ നിന്നെന്ന് പറഞ്ഞുകൂടാ, മനസ്സിൽ നിന്ന്. പ്രാർത്ഥനകൾ എപ്പോഴും മനസ്സറിഞ്ഞാ വരിക. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നാക്കുകൊണ്ടാണ് നടക്കാറുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറയും. അത് പറഞ്ഞ് ഇറങ്ങി വരുന്ന ആളോട് ഇന്ന് നിസ്കരിച്ചതിന്റെ ശേഷം, അല്ലെങ്കിൽ ഇന്ന് അവസാനത്തെ 10ലേക്ക് കടന്നു ദുഹർ നിസ്കരിച്ച് ഇറങ്ങി വരുന്നവനോട് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ ചൊല്ലിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇവന് അതിന്റെ മറുപടി എന്താ പറയാ? സാധാരണ ഇമാമ് നിസ്കാരം കഴിഞ്ഞാൽ 3 വട്ടം ചൊല്ലിത്തറാറുണ്ട്, ഏറ്റു ചെല്ലാറുമുണ്ട്, ചൊല്ലിയിട്ടുണ്ടാകും. ചൊല്ലിയോ തന്നെ അറിയില്ല. ഇതാണ് ഇന്ന് നമ്മുടെ ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ സ്വഭാവം. മനസ്സറിയണം. മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ പ്രാർത്ഥനകളൊക്കെ നടത്തേണ്ടത്. അതിന്റെ ഗൗരവം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ പടച്ച റബ്ബ് നമ്മളോട് പൊറുക്കാതിരിക്കില്ല. അല്ലാഹു പൊറുക്കാൻ കഴിയാത്ത ധിക്കാരമുള്ളവനല്ല പടച്ച റബ്ബ്. എന്തും പൊറുക്കാൻ കഴിയുന്ന വിട്ടുവീഴ്ചയുള്ളവനാണ് പടച്ച റബ്ബ്.
കഴിവുകേട് കൊണ്ട് പൊറുക്കുകയുമല്ല, ദയാവായ്പ കൊണ്ട് പൊറുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഗ്ഫിറത്ത് കിട്ടുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. എന്നിട്ട് ഇവൻ പറയുന്നു, പടച്ചോനെ, അതുകൊണ്ട് കഴിഞ്ഞ നാളിൽ രക്തത്തളപ്പിൽ സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇന്നീ തുബ്തു ഇലൈക്, നിശ്ചയം ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു. ഇനി ഞാനത് ആവർത്തിക്കില്ല. വന്നുപോയത് പൊരുത്തപ്പെടണം. ഇന്നീ മിനൽ മുസ്ലിമീൻ, ശിഷ്ടജീവിതത്തിൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞാൻ നിന്റെ മുഴുവൻ നിയമവിലക്കുകളും അംഗീകരിച്ചനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാര് ഭൂമിയിലുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു സാധുവായി ഞാനും പങ്കെടുക്കാം. നമുക്ക് നിങ്ങൾ ആ ദുആയിലൊക്കെ ഉള്ളൊരു അദബും ബഹുമാനവും. വഇന്നീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമായി കൊള്ളാം, അനുസരണമുള്ളവനായി കൊള്ളാമെന്നല്ല പറഞ്ഞത്. 100% നിന്നെ അനുസരിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാര് ഭൂമി ലോകത്ത് ഇപ്പോഴുമുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനും പെട്ടുകൊള്ള റബ്ബേ. അതിന് വലിയ അർത്ഥമുണ്ട്, അതിന് വലിയ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് വാപ്പ അറുക്കാൻ നേരത്ത് മോനെ നിനക്ക് പ്രയാസമാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ മോൻ പറയുന്ന മറുപടി എന്താണ്? സത്തജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളില്, ആപ്പൽ ഘട്ടങ്ങളില് ക്ഷമ കാണിച്ച ആൺകുട്ടികൾ ഒരുപാട് കഴിഞ്ഞുപോയിട്ടുണ്ടുപ്പ, ഇനിയും വരാനുമുണ്ട്. അക്കൂട്ടത്തിൽ ഒരു മെമ്പറായിരിക്കും ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ആ ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ക്ഷമിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. അതേസമയം ഞാൻ സാബിറായി എന്നെ എത്തിച്ചേക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിയണമെന്നുമില്ല. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. എന്റെ ജീവിതത്തിൽ ഞാൻ നന്നാകാൻ നോക്കട്ടെ പഠിച്ചോനെ, നല്ലവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടോളാം. എന്നിട്ടല്ല പറയുന്നു, 40 കഴിഞ്ഞ് ഈ 3 ചുറ്റുപാടുമുള്ളയാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ഉലൈകല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗലു ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ് ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലൂ വനതജാവസു അൻ സയ്യിആതിഹിം في أصحاب الجنة وعد الصدق الذي كانوا يوعدون أولئك الذين ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലൂ, അവരുടെ കർമ്മങ്ങൾക്ക് ഏറ്റവും തിളക്കമുള്ള കർമ്മങ്ങൾ, അവരുടെ കർമ്മങ്ങളിൽ നല്ല തിളക്കമുള്ള കർമ്മങ്ങൾക്ക് മതിയായ പ്രതിഫലം നാം നൽകുക തന്നെ ചെയ്യും. അത് നാം നന്ദിപൂർവം സ്വീകരിക്കും. എന്നിട്ടോ വനതജാവസു അൻ സയ്യിആതിഹിം, അവരിൽ നിന്ന് വന്നുപോയ, അവരുടെ യുവത്വത്തിൽ വന്നുപോയ കുഴപ്പങ്ങൾ നമ്മളവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കും. 40 പിന്നിട്ടിട്ടുള്ള ഓരോരുത്തരും ആലോചിച്ചോ, 40 വയസ്സ് കണക്കാക്കേണ്ട, 30-ലാണെങ്കിലും 25-ലാണെങ്കിലും ഒക്കെ ഓരോരുത്തരും ചിന്തിച്ചോളൂ. ദുആ ചെയ്യേണ്ടതാണ്. ഈ ദുആ മറന്നുപോകണ്ട. ദുആ ചെയ്താൽ കിട്ടുന്ന ഗുണമാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കുകയും നന്ദിപൂർവ്വം നിങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കും. മാത്രമല്ല, മുമ്പ് നിങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുവീഴ്ച തരും. എന്നോട് പൊറുക്കോന്നാരും ചിന്തിക്കണ്ട. എത്ര വലിയ തെറ്റ് ചെയ്തവർക്കും പ്രതീക്ഷയുണ്ട് പടച്ചറബിന്റെ കോടതിയിൽ. റബ്ബിന്റെ കോടതിയിൽ പൊറുക്കാത്ത ഒരു കേസുമില്ല. റബ്ബിന്റെ കോടതിയിൽ പൊറുക്കാത്ത ഒരൊറ്റ കേസുമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് ശരിക്ക് ഈ സദസ്സിൽ നിന്ന് ഈ ഒരു ബോധം നമുക്കുണ്ടായിത്തീരണം. ഇങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ ഇത് നാക്കുകൊണ്ട് കേവലം ഇങ്ങനെ പറയുന്ന ഒരു ചടങ്ങ് മാത്രമല്ല. ഇങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ ആ മനുഷ്യനിക്ക് നിർബന്ധമായിട്ടും ആ മനുഷ്യന് ഏതാനും ഉൾവിളികളുള്ളവനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയൂ. വാപ്പയാര്, ഉമ്മയാര്, മക്കളാര്, ഞാനാര്, ഇത് തിരിച്ചറിഞ്ഞവനെ എന്റെ പ്രിയപ്പെട്ട സഹോദര മനസ്സാന്നിധ്യത്തോടെ ഈ പ്രാർത്ഥന നടത്താൻ കഴിയൂ.
അള്ളാഹു ആ കൂട്ടത്തിലേക്ക് നമ്മെ ഉയർത്തിത്തരട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അവരുടെ പാപങ്ങൾ നമ്മൾ പുറത്തു കൊടുക്കും. വിട്ടുവീഴ്ച കാണിച്ചതിനോട് തന്നെ അവരെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും, ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഇത് അവരോട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന പുലരാനുള്ള വാഗ്ദത്തമാണ്. സുന്ദര സുമോഹന വാഗ്ദാനങ്ങൾ ഒരുപാട് കേട്ടുമെടുത്തവരാ നമ്മളല്ലേ. ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ നിൽക്കുകയാണ്. നമ്മുടെ പഠിക്കൽ ഓരോരുത്തരുടെയും പഠിക്കൽ കയറി വന്നിട്ട് എന്തെല്ലാം വാഗ്ദത്തം കേൾക്കും. റോഡ്, കരണ്ട്, വെള്ളം, ഇങ്ങനെ വാഗ്ദത്തങ്ങളുമായിട്ട് ഇങ്ങനെ കയറി വരും. കഴിഞ്ഞ കൊല്ലം വന്നവരാണ്, ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല, ഇക്കൊല്ലം വീണ്ടും വരും. ഇങ്ങനെ കേട്ടുമടുത്ത കണ്ടുമടുത്ത വാഗ്ദത്തമല്ല. അല്ലാഹു പറയുന്നു അവരോട് നൽകപ്പെടുന്ന വാഗ്ദത്തത്തില് ഭൂമിയിൽ നൽകപ്പെടുന്ന വാഗ്ദത്തങ്ങൾ പലതും പാലിക്കപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ഈ വാഗ്ദത്തം നൽകുന്ന റബ്ബ് ഇത് പാലിക്കാനുള്ള വാഗ്ദത്തമാണ്. ആത്മാർത്ഥമായ വാഗ്ദത്തമാണ്, പാലിക്കപ്പെടാനുള്ള വാഗ്ദത്തമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറഞ്ഞ ഒരു സംഗതിയാണിത്. ഇവിടെ ഈ സ്വരത്തിൽ പറഞ്ഞു മാത്രം. വേറെ സ്ഥലത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വഅദ് കാന മഫ്ഊല, അത് പ്രവർത്തിക്കപ്പെടാനുള്ളതാണെന്ന് പറഞ്ഞു. അത് പ്രാവർത്തികമാക്കാനുള്ളതാണ്, അത് ആളുകളെ മോഹിപ്പിക്കാനുള്ളതല്ല. ഇതേ രൂപത്തിൽ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, അല്ലാഹുവേ നീ ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല. ലാ യുഖ്ലിഫുല്ലാഹു വഅദ, അല്ലാഹു അവന്റെ കരാറ് ലംഘിക്കുന്ന പ്രശ്നമേയില്ല. ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓഫർ അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ ഓഫർ നിങ്ങളെ വെറുതെ മോഹിപ്പിക്കാൻ വേണ്ടിയല്ല. വേണമെന്നുണ്ടോ ഒന്നാലോചിച്ചോ. ഇപ്പൊ എന്താ വേണ്ടത്? സ്വന്തത്തെക്കുറിച്ചൊരു ബോധം. ഈ ബോധം എന്താ? എന്നെ പടച്ചത് പടച്ചവനാണെന്നുള്ളൊരു ബോധം. എന്നെ പടച്ചിരിക്കുന്നത് പടച്ച റബ്ബാണെന്നുള്ള ബോധം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ രണ്ട് ആദർശവാക്യങ്ങൾ നെഞ്ചേറ്റു വാങ്ങാനുള്ള ഒരു കരുത്ത് ഇത് നമുക്കുണ്ടായി തീർന്നാൽ അല്ലാഹുവിനോടുള്ള ശുക്ർ അത് നമ്മുടെ ഭാഗത്തുണ്ടായിത്തീരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടന്നു വരുന്നില്ല. ഇത്ര വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ദുആ ചെയ്തിട്ട് ഉറപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു വിശ്വസിക്കുന്നവരെ ഈ സദസ്സിലിരിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടാകൂ. റമദാൻ പ്രഭാഷണ വേദിയിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് അടിയുറച്ച് വിശ്വസിച്ച ആളുകളെ അതിലൊരു ചെറിയ ഇളക്കം പോലുമില്ലാത്ത ആളുകളായിരിക്കും ഈ സദസ്സിലുള്ളത്. ഇനി നമ്മൾ റബ്ബിനോട് പറയണം, റബ്ബേ ഇത് കേവലം ഒരു ഭംഗിവാചകമായി മാറാതെ, കേവലം ഒരു അധരവ്യായാമമായി മാറാതെ എനിക്ക് ഇതിന്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നീ എന്നെ തുണക്കണേ എന്ന് പടച്ചവനോട് പറയാം. ഇതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണോ? ലോകത്ത് കഴിഞ്ഞുപോയ മനുഷ്യന്മാർ പറഞ്ഞതിൽ ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന് കിട്ടാത്ത ഭാഗ്യമാണിത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത ഭാഗ്യമാണിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത ഭാഗ്യമാണിത്. ബഹുമാനപ്പെട്ട ബീവി ആസിയ റളിയല്ലാഹു അൻഹ, മഹാധിക്കാരിയായിരുന്ന ഫറോവയുടെ മുഴുവൻ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് കിട്ടിയ ഭാഗ്യമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം. ഇത് തറവാട് സ്വത്തല്ല. വാപ്പ മുസ്ലിം ആയതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. അപ്പൊ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ചില്ലറ ഭാഗ്യവാന്മാരാണെന്ന് കരുതരുത്. പക്ഷേ ഇത് എന്തിനാ നമ്മൾ ശ്രമിക്കേണ്ടത്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ ആദർശവാക്യം സംരക്ഷിക്കാൻ വേണ്ടി നോക്കുക. ജീവിതത്തിലുടനീളം ഇത് നമ്മൾ കാത്തു സൂക്ഷിക്കണം, നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. ഒരു സമയം പോലും ഇത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ കൊയിലാണ്ടിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണം സബഉൽ മുബിഖാത്താണ്. അതിലൊന്നാമത്തെ ദിവസം അശ്ശിർക്കു ബില്ലാഹ് എന്ന വിഷയം ചർച്ച ചെയ്തപ്പോൾ അള്ളാഹുവിനോട് പങ്കുചേർക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബന്ധം എങ്ങനെയൊക്കെയാണ് പൊട്ടിപ്പോകുന്നത് എന്ന് ഏതാനും ചില എക്സാമ്പിളുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു സീരിയൽ പരിപാടിയായതുകൊണ്ട്, റമദാനിന്റെ തുടർച്ച പ്രഭാഷണങ്ങളായതുകൊണ്ട് അവിടെ വന്നത് ഇതിൽ വരണ്ടാന്ന് കരുതിയിട്ട് അതിലേക്ക് കടക്കാതിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വലിയ ഭാഗ്യമാണ്.
ആസിയ ബീവിക്ക് എന്തെല്ലാം സമ്മർദ്ദങ്ങളുണ്ടായി, എന്നിട്ടും ആസിയ ബീവിക്ക് അത് പറയാൻ ഭാഗ്യം കിട്ടി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും. വാപ്പയും ഉമ്മയും മുഅ്മിനായതുകൊണ്ട് എന്ന് പറയണ്ട, അതല്ല അതിന്റെ സത്യം. അല്ലാഹു നമുക്ക് ഹിദായത്ത് കണക്കാക്കിയിരിക്കുന്നു എന്നതുകൊണ്ടാണ്. വാപ്പയും മുസ്ലിമാകുകയാണെങ്കിൽ വാപ്പയും മുസ്ലിമായ ഇന്നത്തെ എത്ര എഴുത്തുകാരും ബുദ്ധിജീവികളും ഒക്കെ, ഞാൻ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, എത്ര ആളുകൾ അവർക്ക് എന്തുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞില്ല? നിരീശ്വരവാദികളും യുക്തിവാദികളുമായി പോയില്ലേ? അവരുടെ ബുദ്ധിയും അവരുടെ എഴുത്തും പ്രഭാഷണവും ഒക്കെ അവരുപയോഗപ്പെടുത്തുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താനല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യക്തമായ ആശയങ്ങളെ കൊഞ്ഞനം കുത്താനല്ലേ? ഈ ഒരവസ്ഥ ഉണ്ടെങ്കിൽ വാപ്പയും ഉമ്മയും മുസ്ലിം ആയതുകൊണ്ടാവൂല. വാപ്പയും ഉമ്മയും മുസ്ലിമാകാതെ എത്ര പുതുവിശ്വാസികളെ നമ്മൾ കാണുന്നു. അപ്പൊ ഇത് തറവാട് സ്വത്തല്ല, അള്ളാഹു തന്നതാണ്. അപ്പൊ അള്ളാഹു നമ്മളെ ആദരിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി പരസ്പരത്തിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞു മരിക്കാനും നമുക്ക് കഴിയണം. 4 ചുമരുകൾ കുലുങ്ങുമാർ ഉച്ചത്തിൽ, ചുറ്റുചുമരുകൾ കുലുങ്ങുമാർ ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് പറഞ്ഞു മരിക്കാൻ ഈ റമദാനിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ ഈ ഒരു ആദർശ ബന്ധം, പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന ആദർശ ബന്ധം, അള്ളാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കി കാണുന്നവരല്ല. അവർ ഈ മുദ്രാവാക്യം പറയുന്നത് കാപട്യമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഉൾക്കൊണ്ട് പറയുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരു സാധാരണക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി പാപം ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. അതൊന്നും കഴിയില്ല. ഇത്തരത്തിലുള്ള ആദർശബോധം നിലനിർത്തണം. എന്നിട്ടായിരിക്കണം അൻഅസ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ എന്ന് പറയേണ്ടത്. പിന്നെ മാതാപിതാക്കളുടെ കാര്യം, ഇതും വെറുതെ പ്രാർത്ഥനയിൽ ഈ ഒരു 2 വരി ഉൾപ്പെടുത്താൻ എളുപ്പം. ഇതുകൊണ്ട് കാര്യമില്ല. മനസ്സറിഞ്ഞ് പ്രാർത്ഥന നിന്റെ നാക്കിലൂടെ വെളിയിൽ വരണമെങ്കിൽ നിർബന്ധമായും പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്കൊരു ഉൾവിളി ഉണ്ടായിരിക്കണം. അതെന്താണ്? എന്റെ വാപ്പയാരാ, എന്റെ ഉമ്മയാരാണ് എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ചർച്ചയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം മാത്രമേ ഇട്ടു തരുന്നുള്ളൂ. എന്താണ് വാപ്പ, എന്താണ് ഉമ്മ? അതേക്കുറിച്ച് ഞാൻ ചുരുക്കി പറയുന്നത് ഒരൊറ്റ വാക്ക്. മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട് എന്റെ വാപ്പയാരാണ് നബിയെ, എന്റെ ഉമ്മയാരാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഒറ്റ വാക്കിലുള്ള മറുപടി, ഒറ്റ വാക്കിൽ ഉത്തരം കേൾക്കാറുണ്ട് നമ്മൾ, ഒറ്റ വാക്കിൽ ആ പറഞ്ഞതിൽ അതൊക്കെ പോയി. ഹുമൽ ജന്നത്തു വന്നാർ സദഖ റസൂലുള്ളാഹി. ആരാണ് നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി ഹുമൽ ജന്നത്തു വന്നാർ. വാപ്പയും ഉമ്മയും നിന്റെ സ്വർഗവുമാണ് നരകവുമാണ് മോനെ, അത്ര മനസ്സിലാക്കിക്കോ. ഇതിനേക്കാൾ വലിയൊരു വാക്കുണ്ടാകുമോ പ്രിയപ്പെട്ട കൂട്ടുകാരെ? ഏതെങ്കിലും ഒരു വേദക്കാർക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ ഇതിന് സമാനമായ ഒരു വേദവാക്യം? മാതാപിതാക്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്തായിരിക്കും ഈ പറഞ്ഞതിന്റെ താല്പര്യം? നമുക്കൊക്കെ ആലോചിച്ച് നോക്കിയാൽ അറിയില്ലേ? അവർ നിന്റെ സ്വർഗവുമാണ് നരകവുമാണെന്ന് പറഞ്ഞാൽ ഈ വാപ്പനെയും ഉമ്മനെയും വെച്ചിട്ട് നിനക്ക് സ്വർഗം നേടണമെങ്കിൽ സ്വർഗം നേടാം, ഇവരെ വെച്ച് വേണമെങ്കിൽ നരകത്തിന്റെ വിറകാകണമെങ്കിൽ വിറകുവാവാം. ഇതായി പറഞ്ഞതിന്റെ അർത്ഥം. ഇത് രണ്ടിനും പറ്റിയ സംഗതിയാണ്. ഇവരെ നോക്കിയിട്ടും ഇവരെ ആദരിച്ചിട്ടും ഇവരെ ശുശ്രൂഷിച്ചിട്ടും ഇവർക്ക് ഹിദ്മത്തെടുത്തിട്ടും ഇവർക്ക് ദ്വാരുന്നിട്ടും അവർ പറഞ്ഞത് കേട്ടിട്ടും നിനക്ക് സ്വർഗം നേടണമെങ്കിൽ സ്വർഗം നേടാം. ഇവരെ വെറുപ്പിച്ചിട്ട് നിനക്ക് നരകാവകാശിയായി തീരണോ? അതിനും ചാൻസ് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയുന്നില്ല അതിന് ഒരു നുബൂവത്തിന്റെ ശബ്ദം ഉണ്ടാവാക്കില്ല. ഹുമൽ ജന്നത്തു വന്നാർ. നുബൂവത്തിന്റെ ശബ്ദത്തിന് മാത്രമേ അങ്ങനെ ഒതുക്കി പറയാൻ കഴിയുള്ളൂ. അതിലെല്ലാം ഉണ്ട്. ഹുമൽ ജന്നത്തു വന്നാർ. വാപ്പയും ഉമ്മയും നിന്റെ നരകവുമാണ് സ്വർഗവുമാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, 10ാം വയസ്സിൽ ഉമ്മനോട് വെറുപ്പുണ്ടാകൂല, ചെറുപ്പത്തിന് തീരെ ഉണ്ടാകൂല, അമ്മിഞ്ഞപ്പാല് മുട്ടിക്കുടിക്കുന്ന സമയത്ത് തീരെ വെറുപ്പുണ്ടാകൂല, 4, 5, 6, 10 വയസ്സാകുമ്പോഴൊന്നും ഉണ്ടാകൂല. ഇങ്ങനെ വന്ന് നിങ്ങൾ കല്യാണം കഴിച്ച് കുടുംബമായി
നിങ്ങൾക്ക് മക്കളായി. മക്കളോടുള്ള വാത്സല്യം എന്താണ്? മക്കൾക്ക് വേണ്ടി ഒരു ഉമ്മയും ഉപ്പയും എന്തെല്ലാം തരണം ചെയ്യണം എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ വാപ്പനെയും ഉമ്മനെയും തട്ടിയാട്ടും പോലെ ആട്ടുന്നത്. ശരിക്കാലോചിക്കണം ഈ കാര്യം. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. മാതാപിതാക്കളെ മറന്നു കളിക്കരുത്. ആരാണ് മാതാപിതാക്കൾ എന്ന് വ്യക്തമായും എനിക്കും നിങ്ങൾക്കും ബോധമുണ്ടായിരിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്കും നിങ്ങൾക്കും ഇത് പറഞ്ഞു തന്നു. ഒരുപാട് ഉപ്പമാരുണ്ട് ഈ സദസ്സിൽ. ഞാൻ ആലോചിക്കുന്നു, പലപ്പോഴും നമ്മുടെ സീരിയൽ ക്ലാസുകളിൽ ദുആ ചെയ്യാൻ പറയുമ്പോൾ വാപ്പന്റെ കാര്യം പറയുമ്പോഴേക്ക് കണ്ണു നിറയുന്നവർ, ഉമ്മാന്ന് പറയുമ്പോഴേക്ക് കണ്ണു നിറയുന്നവർ, അത്തരം സംഗതികളൊന്നും പറയാത്തവരും ചിന്തിക്കാത്തവരും ഇങ്ങനെയൊക്കെ അല്ലേ? ശരിക്കാലോചിക്കണം. അപ്പൊ വാപ്പയാരും ഉമ്മയാരും ഇതും മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴേ നമ്മുടെ പ്രാർത്ഥനകളിൽ മനസ്സറിഞ്ഞ് വഅലാ വാലിദയ്യ എന്ന് എനിക്കും നിങ്ങൾക്കും ദുആ ചെയ്യാൻ കഴിയൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരിമാരോടൊരൊറ്റ കാര്യം പറയട്ടെ. ഈ വാപ്പയുടെയും ഉമ്മയുടെയും മഹത്വം ഇത്രമാത്രം വലുതാണെങ്കിൽ ഈ വാപ്പനെയും ഉമ്മനെയും നിന്റെ കെട്ടിയവനെ കൊണ്ട് വെറുപ്പിക്കാൻ നിന്റെ തെറ്റിത്തിരിപ്പുകൾക്കാകാൻ പാടില്ല. നിന്റെ തിരിപ്പുകൾ അതിന് കാരണമാകാൻ പാടില്ല. അതിന് നീ നിന്റെ ഭർത്താവിനെ വഴിക്കുകൂട്ടാൻ പാടില്ല. ഇത് അപകടമാണെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ശരിക്കും ദുനിയാവും പരാജയപ്പെടും, ആഖിറവും പരാജയപ്പെടും, സംശയിക്കണ്ട. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളുടെ ബഹുമാനം പറഞ്ഞ ഒരൊറ്റ ഹദീസും കൂടെ ഞാൻ വായിക്കാം. എന്തിനാണിത്? ഈ ഒരൊറ്റ ഹദീസ് കേട്ടാൽ പടച്ചോനെ, ഈ ഉമ്മനെയാണോ നേരം വെളുക്കാട് എന്നെ ഞാൻ ദേഷ്യത്തോടെ കണ്ണുരുട്ടി നോക്കുന്നത്? ഈ ഉമ്മനോടാണോ ഞാൻ ഒന്നിന് 10 കയർക്കുന്നത്? ഈ ഉമ്മനെയാണോ ഞാൻ വെറുപ്പിച്ചത്? ഈ വാപ്പനെയാണോ ഞാൻ ചീത്ത പറഞ്ഞത്? പലപ്പോഴും നന്ദികെട്ട മക്കൾ തൊഴിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ എന്തോ ആവട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ വലദിൻ ദാർ യംറുു നദറത റഹ്മത്തിൻ ഇലാ വാലിദൈഹി ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജതൻ മബ്റൂറാ. ഖാലൂ وإن نظر كل يوم 100 مرة قال نعم الله أكبر وأطيب. صدق رسول الله. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ പറഞ്ഞത്? മാമിൻ വലദിൻ ദാർ, നല്ല ഒരു കുട്ടിയും ഉണ്ടാകില്ല. നല്ല ഒരു കുട്ടി വാപ്പാനും ഉമ്മാനോടും നല്ല ബന്ധം പുലർത്തുന്ന ഒരു കുട്ടി, യംദുറു നദറത റഹ്മ, അവൻ കാരുണ്യത്തിന്റെ ഒരു നോട്ടം നോക്കുകയില്ല. ഇലാ വാലിദൈഹി, അവന്റെ മാതാപിതാക്കളിലേക്ക് അവൻ കാരുണ്യത്തിന്റെ സന്തോഷത്തിന്റെ ഒരു നോട്ടം അവൻ നോക്കുകയില്ല. ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറ, ഓരോ നോട്ടത്തിനും അല്ലാഹു അവന് വേണ്ടി കണക്കാക്കി വെച്ചിട്ടല്ലാതെ, അവന് വേണ്ടി എഴുതി വെച്ചിട്ടല്ലാതെ, റെക്കോർഡാക്കി വെച്ചിട്ടല്ലാതെ ഹജ്ജതൻ മബ്റൂറ, സ്വീകാര്യോഗ്യമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ ഈ കേട്ടത്? വാപ്പാന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഒരു നോട്ടാണ് നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ്. ഇതൊന്നും ആരോ പറയുന്ന ബടായി അല്ലല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ നരകവും സ്വർഗവും പരലോകവും ഒക്കെ വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നു ഒറ്റ നോട്ടം നിന്റെ വാപ്പന്റെ ഉമ്മന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ അങ്ങോട്ട് നോക്കിയാൽ ഒരു ഹജ്ജിന്റെ കൂലിയാണ്. അപ്പൊ അത് വെറുപ്പോടെ ആകുമ്പോൾ അത്രയും ഗൗരവത്തിന് തിരിച്ചുണ്ടാകും. അത് ചിന്തിക്കണം. വെറുപ്പോടെ നോക്കിയാൽ തിരിച്ചുണ്ടാകും. ശിക്ഷയുടെ ഓരോ വാപ്പന്റെ ഉമ്മന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലാണ്. ഒരു ഹജ്ജ് ചെയ്യണമെങ്കിൽ പാടത്തുണ്ട് അല്ലേ? എത്രയോ ആളുകളുണ്ട് ഈ സദസ്സിൽ ഉസ്താദെ ഇക്കൊല്ലം കൊടുത്തിട്ട് കിട്ടിയിരട്ടോ എന്ന് പറഞ്ഞ് കരയുന്നവർ. ഒരു തൗഫീഖാണ് ഒരു ഹജ്ജ് ചെയ്യാമെന്ന്. അള്ളാഹു എല്ലാവർക്കും ആ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ആ ബാധ്യതകൾ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്രയും പെട്ടെന്ന് സാധിപ്പിക്കട്ടെ. സാധിച്ചിട്ടുള്ളവർക്ക് വീണ്ടും വീണ്ടും അള്ളാഹു അവസരം തരട്ടെ. എത്ര കാശ് മുടക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇപ്പോഴത്തെ ലെവലിലൊക്കെ ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഒരു 1.25 ലക്ഷം രൂപ ഒരു ഹജ്ജിന് ചെലവുണ്ട്. 2 ലക്ഷം രൂപ മുടക്കിയിട്ട് ഹജ്ജിന് പോകുന്നു.
എന്നെങ്കിൽ തന്നെ കിട്ടി, അവിടെ ചെന്നു, ആരോഗ്യത്തോടെ ചെയ്തു, തിരിച്ചു വരാൻ പറ്റും, അതൊന്നും പറയാൻ പറ്റാത്ത സംഗതിയാണ്. ഇതൊക്കെ ഒത്തിണങ്ങി കിട്ടുമ്പോഴാണ് ഒരു ഹജ്ജിന്റെ പ്രതിഫലം. ഈ ഹജ്ജിന്റെ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, മോനെ നിന്റെ പൂമുഖത്തുണ്ട്, നിന്റെ അടുക്കളയിലുണ്ട്. പക്ഷെ ആ പൂമുഖവും വേണ്ട, അടുക്കളയും വേണ്ട. നമുക്ക് നമ്മളിങ്ങനെയല്ല ഉള്ളത്, പാപ്പാനും കണ്ടൂടാ, ഉമ്മനും കണ്ടൂടാ. ഇത് ശരിക്കൊന്ന് മനസ്സിരുത്തി ആലോചിക്കണം ഓരോരുത്തരും. അപ്പോ സ്വഹാബത്ത് പ്രഖ്യാപിച്ച ഓഫർ കുറച്ച് വലുതാണല്ലോ. ഹജ്ജത്തുൻ മബ്റൂറ എന്ന് പറഞ്ഞപ്പോ സ്വീകാര്യോഗ്യമായൊരു ഹജ്ജ്, അതിൽ വലിയ പ്രതിഫലം, അതിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ഹജ്ജ് ചെയ്താൽ സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഒരു കൊല്ലം ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ചെയ്താൽ ഒരഞ്ചാളത്തെ ആ കൂട്ടത്തുനിന്ന് സ്വീകരിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്കാ പറ്റുക? സ്വീകരിക്കപ്പെട്ട ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബത്ത് ഇത്രയും വലിയ പ്രതിഫലമായതുകൊണ്ട് ഉമ്മപറ്റ കുഞ്ഞിനെപ്പോലെ വിശുദ്ധമാകും ഹജ്ജ് ചെയ്താൽ എന്നറിയാവുന്ന സഹാബത്ത് ചോദിക്കുകയാണ്, അല്ല നബിയേ, ഓരോ ദിവസവും ഒരു 100 തവണയങ്ങ് മാതാപിതാക്കളുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഞങ്ങൾ നോക്കിയാലോ 100 ഹജ്ജിന്റെ കൂലി കിട്ടുമോ? ആ ചോദ്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മറുപടി, ഖാല നഅം അല്ലാഹു അക്ബർ വ അത്യബ്. അതെ അതെ, 100 വട്ടം നോക്കിയെങ്കിൽ 100 ഹജ്ജിന്റെ പ്രതിഫലം കിട്ടും. നിങ്ങളെന്തേ 100 ഹജ്ജിന്റെ പ്രതിഫലം, ആ പ്രതിഫലം തരുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ഖജനാവ് കാലിയാകുന്ന കരുതിയിട്ട് എന്നെ പേടിപ്പിക്കരുത്. അതാണോ നിങ്ങൾ ചെയ്യുന്നത്? അല്ലാഹു ഇത്രയും വലിയ പ്രതിഫലം തരുമ്പോഴേക്ക് എങ്ങനെയാ പടച്ചവന് തരാൻ കഴിയാന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങൾ 1000 വട്ടം നോക്കിയെങ്കിൽ 1000 വട്ടം തന്നാലും അല്ലാഹുവിന്റെ അടുത്തുള്ള ഖജനാവ് തീരുകയില്ല. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളെ അടുത്തുള്ള ഖജനാവേ തീരുള്ളൂ കൊടുത്താൽ. മാ ഇൻദകും യൻഫദ്, നിങ്ങളെ അടുത്തുള്ളത് തീരും. അത് എത്ര ഉള്ളവൻ്റെതാണെങ്കിലും ശരി തീരും. ഖുർആനാ പറയുന്നത്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. പടച്ചവന്റെ അടുത്തുള്ളത് ബാഖിൻ, അത് എന്നൊന്നും അവിടെ നിലനിൽക്കും. എത്ര കൊടുത്താലും അത് തീരൂല. ശൈഖുനയുടെ കയ്യിൽ കൊടുത്താൽ കാന്തപുര ഉസ്താദ് കാണിച്ചു കൊടുക്കും എങ്ങനെയാ പൈസ തീർക്കുക. അതില്ലാത്തതുകൊണ്ടാണ്, കൊടുക്കുന്ന ശീലമില്ലാത്തതുകൊണ്ടാണ് തീരാത്തത്.